ഇതൊക്കെയാണെങ്കിലും കൂട്ടരെ, ഞാനൊരു നിമിഷ കവിയല്ലേ? എന്നെ കണ്ടാൽ തോന്നുകയില്ലേ ഞാനൊരു നിമിഷ കവിയാണെന്ന്? ഇപ്പൊ കാണിച്ചു തരാം. ഒരു വിഷയം പറഞ്ഞു കൊടുക്കമ്മ നിമിഷ കവിക്ക്. നിമിഷ കവിതയ്ക്ക് വേണ്ടി ഒരു പൂച്ച. തത്തമ്മേ പൂച്ച പൂച്ച. വിഷയം തത്തമ്മേ പൂച്ച പൂച്ച. ഗഹനമായിട്ടുള്ള ചുറ്റിപ്പോവും. ഓ, പ്രകൃതിയുടെ രമണി. പ്രകൃതി പാടിക്കോട്ടെ. പ്രകൃതി നീയൊരു രമണിയല്ലേ, പ്രകൃതീശ്വരിയല്ലേ, പ്രകൃതി വികൃതി, പ്രകൃതിയുടെ വികൃതി. അച്ഛ അടിക്കാൻ എന്തോ എടുക്കാൻ പോയി. അമ്മേ, അതല്ല പ്രകൃതിയുടെ വികൃതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നമ്മുടെ പ്രളയവും അച്ഛൻ വന്ന് വടിയായിട്ട് അച്ഛൻ എന്നെ തല്ലുമെന്ന് ഞാൻ കരുതി. നിശ്ചയമായും അച്ഛൻ എന്നെ തല്ലുമെന്ന് ഞാൻ കരുതി. കയ്യിൽ കൂടുതലൊക്കെ തല്ലും. നിശ്ചയമാ. അച്ഛനത് പിടികിട്ടി. നല്ല നെയ്യപ്പായിരുന്നു അല്ലെ, ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ്. നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യം ലക്ഷ്മി. എന്ത് കാര്യം? അതായത് അയ്യപ്പന്റെ അമ്മ നെയ്യപ്പം ചുട്ടു, കാക്ക കൊത്തി കടലിൽ ഇട്ടു. ഇതിൽ രണ്ട് കാര്യം അവിടെ. മീശ മിനുക്ക എണ്ണ കൊണ്ട് കയ്യില് അല്ല, ആദ്യം പറഞ്ഞ പാട്ടുമായിട്ട് പാട്ടാണോ വേണ്ടത്? ആദ്യത്തെ പാട്ടുമായിട്ട് എന്താ ബന്ധം? നെയ്യപ്പം. അയ്യപ്പന്റെ അമ്മ നെയ്യപ്പം തിന്നില്ല, കാക്കയും കൊത്തിയില്ല, കടലിൽ വിട്ടില്ല. മുങ്ങാ പിള്ളേര് മുങ്ങിയെടുത്തില്ല, മുക്കാ പിള്ളേര് മുക്കിയും എടുത്തില്ല. രണ്ടുണ്ട് കാര്യം പറഞ്ഞ ആ രണ്ട് കാര്യം എന്താന്ന് പറഞ്ഞു. നെയ്യപ്പം തിന്നാം, നമുക്ക് ഞം 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 തിന്നാം. മീശയും മിനുക്ക, ഇതാണ് രണ്ട് കാര്യം. പിന്നെ കയ്യിലെ എണ്ണ കൊണ്ട് മുടിയും മിനുക്കാം. നെയ്യപ്പം തിന്നതിന് ശേഷം, ഞം ഞം തിന്നതിന് ശേഷം നമുക്ക് അച്ഛ എന്ത് ചെയ്യുന്ന അച്ഛ കനേട്ട എന്താ അത്? കോഴിമുട്ട പൊളിക്കുന്നു എന്നച്ഛൻ, പൊന്നച്ഛൻ മുട്ട പൊളിച്ചു അച്ഛൻ. അച്ഛാ പൊന്നച്ഛ എങ്ങോട്ട് പോകുന്നു താങ്കൾ? അച്ഛൻ എന്നച്ഛൻ പൊന്നച്ഛൻ പുറത്തേക്ക് പോയി. വിജയത്തിന്റെ സേനാനി ബൂസ്റ്റ്, വിജയത്തിന്റെ സേനാനി ബൂസ്റ്റ്. പരിപാടി ഉണ്ടോ? നോർത്ത് ഇന്ത്യയിലോട്ട് പോകാൻ പരിപാടിയുണ്ട്. അതിനാണ് ഹിന്ദി പഠിക്കാൻ പോകുന്നത്. അതിനാണ് ഹിന്ദി പഠിക്കാൻ അമ്മയുടെ അടുത്ത് വന്നത്. അത് ശരി. നീ എന്നോട് ദോഹ ചോദിച്ചോണ്ടാണ് ഞാൻ ദോഹ പറഞ്ഞു തന്നത്. അല്ല, ദോഹയിലെ ചില ഗുണപരമായ വശങ്ങളുണ്ടല്ലോ, അത് മനസ്സിലാക്കാൻ വേണ്ടിയായിരിക്കും. അതിനാണ് പറഞ്ഞത്. നോർത്ത് ഇന്ത്യയിലേക്ക് ഒന്ന് പോകണം. എന്നിട്ടോ എന്നാലേ നോർത്തിലേക്ക് ദോശ കിട്ടുമമ്മ, നല്ല നെയ്ദോശ. എനിക്ക് എപ്പോഴും ദോശയാണ് ഈ കാപ്പിയിലേക്കും ചിന്തയല്ലേ ഒരു മക്കളെ. അമ്മേ, സമയമിങ്ങെത്തിപ്പോയി, അന്നം കഴിക്കുവാനുള്ള ഭക്ഷണം കഴിക്കാനുള്ള സമയമെന്നാണ് പറയുന്നത്. എത്തിപ്പോയി തിത്തൈതകതിമി താരോ, തിത്തൈതകതിമി താരോ. അമ്മേ, അന്നം കഴിക്കുവാനുള്ള സമയം, ആ സമയമിതയാഗതമായി. ഓ നിത്തിത്താരാ നിത്തൈ
തിത്തൈ തിത്തൈ എന്നാലേ അപ്പോഴാണ് എനിക്ക് നിന്റെ അടുത്ത് പറയാനുള്ളത്. നമ്മുടെ ഒരു ചാലുഴുതില്ല ഒരു വിത്തും വിതച്ചില്ല താനേ മുളയ്ക്കുന്ന പൊൻതകര. അത് തകരയെല്ലാം തീരുന്നു. കുംഭമാസം കഴിഞ്ഞപ്പോൾ തകര കതിഞ്ഞു ഇനി എന്തു ചെയ്യും പെരുങ്കുടലേ. 6 മടക്കിട്ട് 6 മടക്കിട്ട് 60 കുരുക്കിട്ട് അനങ്ങാണ്ട് കിടന്നു പെരുങ്കുടലേ. മനസ്സിലായ അപ്പൊ അങ്ങനെ കിടക്കുന്നവരും ഉണ്ടേ. എല്ലാ നേരവും കൃത്യം ഭക്ഷണം കഴിക്കുന്നു. അതില്ല. ദിവസം ഒരു നേരം ഭക്ഷണം കഴിച്ചാൽ മതി. ദിവസം ഒരു നേരം ഭക്ഷണം കഴിക്കുന്നവൻ യോഗി. 2 നേരം കഴിക്കുന്ന 2 നേരം കഴിക്കുന്നവൻ ഭോഗി. 3 നേരം കഴിക്കുന്നവൻ യോഗി തന്നെ. അല്ലാതെ പിന്നെ അവ ആര്? അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നീ പെടുമെന്ന് മനസ്സിലായല്ലോ. ഞാൻ പെട്ടുപോയി. പെട്ടുപോയി പെട്ടുപോയി. 6 മടക്കിട്ട് 60 കുരുക്കിട്ട് അനങ്ങാണ്ട് കിടന്നോ പെരുങ്കുടലേ. 6 മടക്കിട്ട് 60 കുരുക്കിട്ട് അനങ്ങാണ്ട് കിടന്നോ പെരുങ്കുടലേ. അപ്പൊ എന്തായാലും കുരുക്കിട്ടൊക്കെ പിന്നെ മനക്കാതെ കിടക്കാൻ പറഞ്ഞല്ലോ. അപ്പൊ ഇന്ന് രാത്രി നമുക്ക് ഫാസ്റ്റിംഗ് ആണ്. അയ്യോ, അപ്പൊ അച്ഛൻ പുഴുങ്ങി വെച്ച മുട്ട ആര് തിന്നും? അപ്പൊ അച്ഛന്റെ ഓട്സോ അതിൽ ശരിയാവില്ല അമ്മേ. അത് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആക്ട് പ്രകാരം അത് തെറ്റാണെങ്കിൽ, അതായത് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആക്ട് പറയുന്നത് ആഹാരം പാകം ചെയ്തു കഴിഞ്ഞാൽ അത് പാഴാക്കരുത്, അത് ഉപയോഗിക്കണം. അപ്പൊ തന്നെ കഴിച്ചോളണം. അത് ചൂടോടുകൂടി പിറ്റേ ദിവസത്തേക്ക് ആക്കരുത്. നാളത്തേക്കെന്ന് പറഞ്ഞത് ആക്കരുത്. അത് നീ പറഞ്ഞ പോയിന്റാണ്. എന്നാ പിന്നെ ശരി, നമുക്ക് കഴിക്കാം. തേൻ പോലെ ഇരിക്കുന്ന വാക്കുകൾ പറയുക, ആർക്കും പ്രയാസകരമായ വാക്കുകൾ സംസാരിക്കാതിരിക്കുക. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഒരാളോട് ദേഷിച്ചോ ദുഷിച്ചോ പറഞ്ഞാൽ അത് അമ്പ് പോലെ ആയിരിക്കും അവർക്ക് തറഞ്ഞു കയറുക. മറിച്ച് നമ്മൾ കൊടുക്കുന്ന സമാധാനപൂർവമായ നല്ല സന്തോഷപ്പെടുത്തിക്കൊണ്ടുള്ള വാക്കുകൾ അവർക്ക് ഔഷധത്തിന്റെ ഗുണം ചെയ്യും. ആരും ദുഃഖിപ്പിക്കുന്നതാണ് പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായോ? വാക്കുകൾ കൊണ്ട് വാക്കുകൾ പറയുന്ന വാക്കുകൾ ആരെയും ദുഃഖിപ്പിക്കരുത്. വാക്കുകൾ ശ്രദ്ധിച്ച് നല്ല വാക്കുകളെ പറയാവൂ. മനസ്സിലായല്ലോ? അതെല്ലാവരും ചെയ്യുന്നുണ്ടോ? നീ ചെയ്യുന്നുണ്ടോ? ഭൂമിയിൽ ആരും അത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അച്ഛൻ. അത് ശരി. ആരും ചെയ്യുന്നില്ല എന്ന് പറയണ്ട. കുറെ പേര് ഇങ്ങനെ മോശപ്പെട്ട അഭിപ്രായങ്ങൾ പറയുന്നവരുണ്ടാവും. പക്ഷെ നല്ല അഭിപ്രായം പറയുന്നവരായിരിക്കും മെജോറിറ്റി. അപ്പോൾ ആ മോശപ്പെട്ട് പറയുന്ന ആളുകളും അങ്ങനെ ചെയ്യരുതെന്നാണ് ഈ പറയുന്ന കബീർദാസിന്റെ അല്ലേ വചനങ്ങൾ പറയുന്നത്. ഓക്കെ, അതിന് തുളസീദാസ് വേറെ പറഞ്ഞത് നല്ല രസമായിട്ട്, ഒരു മനുഷ്യന്റെ സ്വഭാവം എങ്ങനെയാകണം എന്നുള്ളത്. സാധു ഐസാ ജാതി ജയ്സ സൂപ്പ് സുഖ. എന്ത് മനസ്സിലാക്കി? സാധു ഐസ ചാഹിയേ, അങ്ങനെ വേണമെന്ന് പറഞ്ഞപ്പോ ജയ്സ സൂപ്പ് സുഖ. എന്താണ്? ഓ, സൂപ്പായി പോയി. സൂപ്പ് എന്ന് പറഞ്ഞാൽ മുറം. സൂപ്പ് സുഖായി, മുറത്തിന്റെ സ്വഭാവം. മുറത്തിന്റെ സ്വഭാവം എന്താണ്? സൂപ്പ് സുപ്പായി എന്ന് പറഞ്ഞാല് മുറത്തില് സുപ്പാരി ഇട്ടിട്ട് ക്ലിഞ്ചന ക്ലിഞ്ചും ക്ലിഞ്ചന ക്ലിഞ്ചം എന്നിങ്ങനെ അരി വറുക്കുന്ന പോലെ. എന്നാ പിന്നെ നിന്നെ പഠിപ്പിക്കണ്ട. എനിക്ക് പഠിക്കണം. എനിക്ക് പഠിച്ചൊരു വലിയ നിലയിൽ എത്തണം. ജയ്സേ സൂപ്പ് സുഖായി, മുറത്തിന്റെ സ്വഭാവം. അതെങ്ങനെയാണ്? സാരിക്കോ ഗഹിരഹായി. എല്ലാ താറന്മാർക്കും അറിയാതെ അല്ല, ഞാൻ പറഞ്ഞു തരും. എങ്ങനെ പഠിപ്പിക്കുന്ന? സാരിക്കോ ഗഹിരഹായി മുറം നല്ല അർത്ഥം. ചെവി മുറം പോലെയാണെന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. ഇതല്ല, അരി നെല്ല് പാറ്റുമ്പോൾ അതിൽ പതിരും നെല്ലും കൂടെ ഉള്ളപ്പോൾ
അതിൽ സാരഭൂതമായ നെല്ല് മാത്രമായിരിക്കും, പതിര് പറത്തി കളയും ചെയ്യും. അതുപോലെ തോത്ത എന്ന് പറയുന്നതാണ് എന്താണ് അല്ല, പിന്നെ ഹിന്ദിയിൽ തോത്ത എന്ന് പറയുന്നത് അതായത് സാരമില്ലാത്ത, സാരഭൂതമല്ലാത്ത, അതായത് കട്ടിയില്ലാത്ത. നമ്മുടെ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പിന്നെ നെല്ലും പതിരും എന്ന് പറഞ്ഞാൽ പതിര് പോലുള്ള ആവശ്യമില്ലാത്ത പതിരും വേർതിരിച്ചറിയുക അറിയുന്നത് പോലെയാണ് നല്ല മനുഷ്യരുടെ സ്വഭാവം. മനസ്സിലായില്ലേ? സാധു അല്ല, സജ്ജനങ്ങൾ. സാധു എന്ന് പറയുന്നത് സാധുക്കൾ എന്നല്ല, സജ്ജനങ്ങൾ. സജ്ജനങ്ങളുടെ സ്വഭാവം ഇങ്ങനെ ആവണം. സജ്ജനങ്ങളുടെ പുറത്തിനെ പോലെ എന്താന്ന് വെച്ചാൽ അവര് സാരിക്കും എല്ലാം കേട്ടാലും അതിനകത്ത് സാരഭൂതമായ നല്ല കാര്യങ്ങൾ മാത്രം ഗ്രഹിക്കണം. തോത്ത അതിന് ആവശ്യമില്ലാത്തത് നമ്മൾ പറത്തിക്കളയണം. മുറം പാറ്റി പറത്തിക്കളയുന്നത്. പതിരെന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ? അതിനകത്ത് അരി ഉണ്ടാവില്ല. പിന്നെ അത് നെല്ലിന്റെ അകത്തുള്ള അരി ഉണങ്ങിപ്പോയി, ഉക്കിപ്പോയി. ചിലത് പല സാധനങ്ങൾ വരുമ്പോ അതിന് നല്ലതും ചീത്ത ഉണ്ടാവുമല്ലോ, ചിലത് കേട് വരുമല്ലോ. അത് മുറകൊണ്ടിങ്ങനെ പാറ്റുമ്പോഴേ മതിയായി. അതാണ് പറഞ്ഞത്. പതിരെന്ന് പറയുന്നത് നമ്മൾ നെല്ല് കുത്തി എടുക്കുമ്പം അരി അകത്തുണ്ടാവും, പക്ഷെ ആ അരി നെല്ലിന്റെ ഉമി മാത്രമേ കാണുള്ളൂ. നമ്മള് പല്ലിയേക്കണം ഉമ്മി. അതിന്റെ നെല്ലിന്റെ പുറത്തുള്ള സാധനമാണ് പിന്നെ ഉമിയാണ് കരിച്ചെടുത്തിട്ട് പണ്ടത്തെ കാലത്ത്. ഇപ്പോഴാണല്ലോ മറ്റേ ഇതൊക്കെ വന്നത്, ഏത് പേസ്റ്റ് ഒക്കെ വന്നത്. ആ പേസ്റ്റ് വെച്ച് പല്ല് തേക്കുമ്പോ എന്ത് പറ്റുന്ന വെച്ചാൽ അതിനകത്ത് കെമിക്കലുണ്ട്, പ്രകൃതി വിരുദ്ധമാണത്. ഉമിക്കരിയാണ് കഴിക്കുന്നത്, ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലത്. ഉമിക്കരിയില് ഉപ്പ് കൂടെ ചേർത്ത് ആണ് പല്ല് ഉപയോഗിച്ചിട്ട്. പണ്ടത്തെ കാലത്ത് മാവല എടുത്ത് ഉപയോഗിക്കുന്നവരുണ്ട്, ഉമിക്കരി എടുത്ത് ഉപയോഗിക്കുന്നവരുണ്ട്. അതൊക്കെയാണ് കാര്യം. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത് മതി. നിനക്ക് പറയുന്നതോറും സംശയം കൂടുന്ന കുട്ടിയാണ്, മനസ്സിലായോ? അതുകൊണ്ട് എന്റെ ക്ലാസ് ഞാൻ വെച്ച് പറയാം. ഇനി നിനക്ക് വേറെ വെച്ച പറഞ്ഞു. നിനക്കിനി എന്തൊക്കെയാ പറയാനുള്ള വെച്ച പറഞ്ഞു. അമ്മ എടാ ഞാൻ പണ്ട കേക്ക്, നീ ഇപ്പൊ കബീർക്കെ തോന്നി വെച്ചോണ്ട് എനിക്ക് കാര്യമായിട്ട് പറഞ്ഞില്ലെങ്കിൽ അതിനൊരു അർത്ഥമില്ല. അതായത് അത് കേൾക്കാൻ ഞാൻ ബാധിസ്ഥനാണമ്മേ, ഞാൻ സന്നദ്ധനാണോ അമ്മേ? സന്നദ്ധനാണ്. ശരി, നീ കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ പഠിച്ചിട്ടും ഉണ്ടാവും. മധുരവചനിന്റെ ഔഷധി. മധുവാ നമ്മുടെ മധു സിനിമാതാരം മധു അങ്കിളിനെ പറ്റി അല്ലേ അമ്മ പറയുന്നത്? മധു സാറ് അങ്ങനെയെങ്കിൽ മധുരവചൻ എന്ന് പറയോ? മധുരവചനിന്റെ ഔഷധി. അമ്മയുടെ ട്രെയിനിങ്ങിന് പോയി അതിന് അവിടെ ഇല്ലേ മധുരവചനിന്റെ ഔഷധി? അതെനിക്കിപ്പോ ഓർമ്മ വന്നു. കടുക് വചനിന്റെ തീർ. കടുക് ഇട്ട് കൊടുത്താല് അത് കടുക് പറ ഈ പഠിക്കാവുന്നതാണോ? മധുരവചനിന്റെ ഔഷധി, കടുക് വചനിന്റെ തീർ. മധുരവചനിന്റെ ഔഷധി. കടുക് വചനിന്റെ തീർ. കടുകല്ല, കടുക് തീർ. കടുക് വചനിന്റെ തീർ. ധീരൻ അല്ല, ആ തീർന്ന് ഞാൻ അർത്ഥം പറഞ്ഞുതരാം, അപ്പൊ മനസ്സിലാവും. ശ്രവണദ്വാരിക്കൈ സഞ്ജലൈ. കേൾക്കുന്ന സഞ്ജയ്. ഇങ്ങനത്തെ പുണ്യപ്പെട്ട ട്രാൻസ്ലേഷൻ അല്ല ഞാൻ പറയുന്നത്. ശ്രവണദ്വാരിക്കൈ സഞ്ജലൈ സാലി സകല ശരീർ എന്ന് വെച്ചാല് വേണ്ടെന്ന് പറയാതെ ഒരിക്കലും ഒരു അമ്മ മകനോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ല. എനിക്ക് മനസ്സിലായി അല്ലേ? അയ്യേ അത് ഞാൻ മകനെന്ന നിലയിൽ
അത് പറയാൻ ഞാൻ ബാധ്യസ്ഥനല്ല അമ്മേ. ബാധ്യസ്ഥനല്ല, സന്നദ്ധനല്ല. നീ കേൾക്ക്, സന്നദ്ധനല്ല അമ്മേ. ഞാൻ പറയുന്ന നീ മനസ്സിലാക്കിക്കാൻ പറ്റും. ബാധ്യത- മധുരവചനം എന്ന് വെച്ചാൽ മധുരമായ വചനങ്ങള് ഏ. ഔഷധത്തിന് തുല്യമാണ്. മധുരമായ മറ്റൊരാളോട് നമ്മൾ സംസാരിക്കുമ്പോൾ മധുരവചനങ്ങൾ പറഞ്ഞാൽ അത് ഔഷധത്തിന് തുല്യമാകും. ആ, കടുക് വചനം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പിടികിട്ടി. ആ അതെ, കടുക് വചനം എന്ന് വെച്ചാൽ കൈപ്പേറിയ വചനം. അതായത് കേട്ടോ, കടുക് വായിലിട്ടിട്ട് ചവയ്ക്കുമ്പോ കയ്പല്ലേ, ആ. അതാണ് കടുക് പോയത്. അവരെക്കാൾ പോകുന്നത് ഈ കടുക് വചനം എന്ന് പറയുന്നത് അങ്ങനെ വേണമെങ്കിൽ മനസ്സിലാക്കാൻ അതുപോലെ പറ്റും. ശരിക്കും കൈപ്പേറിയെന്നുള്ള കടുക് വചനം, അതായത് നല്ല വചനങ്ങൾ നമ്മൾ പറഞ്ഞാൽ ജനങ്ങൾക്ക് അത് കേട്ടാൽ ഔഷധത്തിന് തുല്യവും, നമ്മൾ എല്ലാ വചനങ്ങൾ നമ്മൾ അവരെ മോശപ്പെടുത്തി സംസാരിച്ചാൽ അത് അമ്പ് പോലെ തിളച്ച് കയറും. അതെങ്ങനെ എവിടെ കയറുന്നത്? ശ്രവണദ്വാരം സെഞ്ചറി നമ്മുടെ ചെവിയിൽ കൂടെ ശ്രവണദ്വാരെന്ന് പറഞ്ഞാല് ചെവിയാണ്. ശ്രവണദ്വാരം ചെവിയുടെ ദ്വാരം അതിലൂടെ സഞ്ചരയില്ല കടന്നിട്ട് കംപ്ലീറ്റ് ശരീരത്തിലേക്ക് അതെന്നെ പറഞ്ഞത് എന്ന് വെച്ചാ നിനക്ക് രണ്ടുപേരും കവിത വിധമുള്ള കബീറിന്റെ ദോഹ. പൂലൂർ കണ്ട അത് ദോഹയല്ലടാ, പിന്നെ? അതൊരു കവിതയാണ്. ആ, അത് കബീറിൻ്റെതും അല്ല. അല്ല. കബീർ കെ ദോഹെ എന്ന് പറയുന്നത് വളരെ അർത്ഥവത്തായ ഈ രണ്ട് വരികളാണെങ്കിൽ പോലും അത് ഓരോ ഈ രണ്ട് വരിയിലും നമ്മളെ ചിന്തിപ്പിക്കുന്ന രീതിക്കുള്ള ഒരു അർത്ഥം നിറഞ്ഞതാണ്. മനസ്സിലായോ? ജെന്നിങ്സ് ആണ് അതിന്റെ ഇൻവെന്റർ. കണ്ട വരണണ്ട ലക്ഷ്മി, പുറത്തോട്ട് വരണണ്ട. അമേരിക്കയിലെ ഡോക്ടർ ഐസക് ജെന്നിങ്സ് ആണ് ഈ ഓർത്തോപ്പതി എന്ന് പറയുന്ന ഒരു ശാസ്ത്രം. അല്ലേ, നീ എന്റെ അടുത്ത് പറഞ്ഞ് ഹിന്ദി മോഡേൺ മെഡിസിൻ പോലെ പഠിക്കും. നീ ഓർത്തോപോയി പോയാ എനിക്ക് ഹിന്ദി മോഡേൺ പഠിത്തം മെഡിസിൻ മതിയായ. പോലെ തന്നെ അയ്യോ, അമ്മ. ഞാൻ കബീറിന്റെ ദോശ ഒന്ന് കഴിക്കാനാണ് വന്നത്. കബീർക്ക് ദോഹയെന്ന് ഞാൻ പറഞ്ഞ നീ ദോശ പ്രകൃതി ജീവനം. അതായിരിക്കും. യോഗിക് സയൻസ്. ഓ അതാണ്, സോറി തെറ്റിപ്പോയി. നാച്ചുറോപ്പതി. നാച്ചുറോപ്പതി അല്ല, ഓർത്തോപ്പതി. ഓർത്തോ പൊതി 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 മല്ലിച്ചെപ്പും കറിവേപ്പിലയും പൊതിയുന്ന പോലെ ഓർത്തോപോതി എന്നച്ഛൻ നൽകി മൊഴി നൽകി എന്നച്ഛൻ ഇപ്പോൾ മൊഴി നൽകിയല്ലോ. അതിന്റെ അതാർത്ഥിയാണ്. അതുകൊണ്ട് നീ ഓർത്തോപോതി ഓർത്തോപതി എന്ന് പറഞ്ഞാൽ എന്തിനാണ്? ആശ കൊടുക്കാമോ ഒരു ഡോക്ടറായ എന്നെ അവളൊന്നും ഗവനിക്കുന്നില്ല, ഇവളൊന്നും ഗവനിക്കുന്നില്ല. എന്ന ഹുങ്കുള്ള എന്റെ അച്ഛൻ ആന കൊടുത്താലും കിളിയേ ആശ കൊടുക്കാമോ. ശരി ശരി മക്കളെ, നീ ഏത് തത്തമ്മേ പൂച്ച മോനെ, നീ ഏത് ഹോസ്പിറ്റലിൽ പഠിച്ച് ഡാക്ടറായി? ഏത് എന്താണ് പ്രത്യേകത? എന്താ അറിയോ? കബീർ കെ ദോഹ സൂർ കെ ദോശ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കബീറിന്റെ സൂറിന്റെ ദോഹയല്ല, ഇനിയാണോ ദോശ? പൊട്ട് വെച്ചു കൊടുത്തേ. അമ്മ നല്ലൊരു പാട്ട്, അതൊന്നും വെച്ചാൽ അത് നല്ല പാട്ട്. അല്ല, ബാക്ക്ഗ്രൗണ്ടിൽ ആ പാട്ട് ഇപ്പൊ വേണ്ട കുഞ്ഞാ, നീ വെക്കി. പൊട്ട് വെച്ചു കൊടുത്തോ. പൊട്ട് വയ്ക്കിട്ട അമ്മയ്ക്ക്. നിനക്കിപ്പോ എന്താ വേണ്ടി? പക്ഷെ എന്താ അറിയോ, കംപ്ലീറ്റ് ബ്ലാങ്ക്. അമ്മ, ഈ കബീർദാസും സൂർദാസും ആരാണമ്മ? ഹിന്ദിയുടെ ബ്രോഷറല്ലേ? ലൈക്ക് ലൈക്ക് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആ. അതിനടുത്തിരിക്കുന്ന ആ ഒരു കുഞ്ഞ് ബട്ടൺ ഉണ്ട്, ബെല്ല് പോലത്തെ ബെല്ലിന്റെ ഷേപ്പുള്ള ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടണിലൊന്ന് തൊട്ട് കൊടുക്കണം. അത്രയും മതി. എങ്ങനെ തൊട്ട് കൊടുക്കണം? ഞാൻ എന്താണ് പറയുന്നത്?
വിജയത്തിന്റെ സേനാനി ബൂസ്റ്റ്. അച്ഛൻ ഗ്ലാസ്സില് ബൂസ്റ്റ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഹോർലിക്സ് ആണ്. അത് വേണ്ട. മനസ്സിലായി. ഓട്സ്. ടീച്ചറേ അഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ, ടീച്ചറുടെ മകൻ അഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. അമ്മേ, ലക്ഷ്മി വിചാരിക്കുന്നത് കണ്ണൻചേട്ടന് അടുക്കളക്കാര്യം ഒന്നും അറിഞ്ഞില്ല. കണ്ണൻചേട്ടൻ, അമ്മ എനിക്ക് മുട്ട പൊരിക്കാനുള്ളൊരു അമൂല്യമായ കഴിവ്, ഒരു സിദ്ധി ഉണ്ട്. അതിനെ അമ്മ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? ഓ, നീ മുട്ട പൊരിച്ചോട്ട് വാ. ഇപ്പൊ എപ്പോഴാ? ഈ പാതിരാത്രിയാ? പാതിരാത്രി ഒന്നും ആയില്ല. ആയി എന്റെ അമ്മ. മുട്ട പൊട്ടിച്ച് ചുമ്മാ അങ്ങ് ഒഴിച്ചാൽ പോരാ, അതിന്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കണം. അതെനിക്ക് അറിയാമെന്നാണ് ഞാൻ പറഞ്ഞത്. എന്താ പറയാ, എന്തൊക്കെയാണ്? ആദ്യം ഒരു മുട്ട എടുക്കുക. മുട്ട എടുത്തതിന് ശേഷം ആ മുട്ട ഇങ്ങനെ കയ്യിൽ വെച്ച് ഒരു കത്തി എടുക്കണം. എന്തിനാണ് കത്തി എടുക്കുന്നത് അറിയാമോ? വേണ്ടല്ല, വെട്ടത്തി വേണ്ട. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. കവി ഉദ്ദേശിച്ചത് ആദ്യം ഒരു മുട്ട കയ്യിലെടുക്കൂ കുഞ്ഞേ, പിന്നെ കത്തിയെടുക്കൂ. ഇവിടെ കഴിക്കാതിരിക്കുന്നവര് ഇങ്ങനെ മുട്ട എടുത്തതിന് ശേഷം കത്തി കൊണ്ടൊരു പ്രഹരം കൊടുക്കൂ ആ മുട്ടയ്ക്ക്. ഒരു മുട്ട പൊട്ടിക്കാൻ കത്തിയാ കോടാലി കൊണ്ടുപോവാ. തോട് പൊട്ടിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? അത് സംഗതി ക്ലിക്കായി, അമ്മയ്ക്ക് ക്ലിക്കായി. അടിച്ചു പൊട്ടി, നീ പറയുന്ന കേട്ടതൊന്നും അടിച്ചങ്ങ് പൊട്ടി. അടി പൊടിച്ച റൊട്ടി, പൊറോട്ട, ഇഡലി, ദോശ ഒരു മുട്ട എന്ത് പറയുന്ന പോലെ ഒരു ലോജിക് ഉണ്ട്. അതിങ്ങനെ ജസ്റ്റ് ഒന്ന് തട്ടിയാ പോരെ, അല്ലാതെ ജസ്റ്റ് ഒന്ന് തട്ടിയാ പൊട്ടൂല മുട്ട. അതാണ് പറഞ്ഞു വരുന്നത്. പൊട്ടിച്ച് കളിച്ചാലോ പറ്റുമോ? പിന്നെ ഒരു മുട്ട അമ്മ പൊട്ടിക്കോ? അതിലേ ഇതൊരു മുട്ടയാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് അമ്മ ഒന്ന് പൊട്ടു. അമ്മ ഒന്ന് ഇതിന്റെ കുരു എടുത്ത് കാണിച്ചാണ്. അല്ല, ഇത് മുട്ടയാണെന്ന്. അതെന്താ സാധനം? ഇത് കക്കിരി എന്ന് പറയും. അതെങ്ങനെ മുട്ടയാവും? കക്കിരി മുട്ടയാവില്ല, സങ്കല്പം. എടാ, പണ്ട് സ്കൂളിലെ ഞങ്ങളെയൊക്കെ സയൻസ് പഠിക്കുമ്പോ സപ്പോസ് ദിസ് ഈസ് എ ടെസ്റ്റ് ട്യൂബ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കും. ടെസ്റ്റ് ട്യൂബ് ഇല്ല, കാര്യം അതുപോലെ തന്നെയാണിത്. അതുപോലെ എന്തെങ്കിലും സാധനം സപ്പോസ് ദിസ് ഈസ് എ മുട്ട എന്ന് പറഞ്ഞാൽ മുട്ട തന്നെ ഒറിജിനൽ മുട്ട തന്നെ പൊട്ടിക്കണോ? ഓട് പൊട്ടിക്കണം. അല്ല, ഞാൻ പറഞ്ഞത് പൊട്ടിക്കണമെന്ന് പറഞ്ഞാൽ മതി. സാധാരണ ഈ പറയും പോലെ കത്തി വെച്ചെല്ലാം വെട്ടാതെ ഞങ്ങളൊക്കെ ചെയ്യണത് സ്പൂൺ എടുത്തിട്ട് എന്തുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഏതൊരു പ്രതലത്തില് ജസ്റ്റ് ഒന്ന് തട്ടുക. കേട്ടാ, ചെറിയ തട്ടുക. തട്ടിയ ശേഷം അതിന്റെ ബോൾ വെച്ച് അപ്പോൾ തന്നെ ഇളകി വരുമല്ലോ. അപ്പൊ നമുക്ക് പൊട്ടിച്ചു വേണമെങ്കിൽ അല്ല, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ അമ്മയ്ക്ക് പിടികിട്ടിയില്ല. എന്നാ നിന്റെ പൊരുൾ പറഞ്ഞു. ഇതാ പൊരുൾ. പൊട്ടിച്ചിട്ട് തോടെടുത്ത് പൊട്ടിച്ച് ഗ്ലാസ്സിൽ ഒഴിക്കട്ടെ. ഒഴിച്ചിട്ട് എന്ത് ചെയ്യണം? അതാണ് പറയുന്നത്. മുട്ട വെച്ച് കിട്ടുവാണെന്നുള്ളതാണ് ഇപ്പോഴത്തെ ആവശ്യം. മുട്ട ആദ്യം തന്നെ നമ്മള് എടുക്കുന്നു, കോഴിമുട്ട എടുക്കുന്നു. എടുത്തു, പൊട്ടിച്ചു, ശരി ആയിക്കോട്ടെ. വീണ്ടും കക്കിരി എടുത്തു. എന്നിട്ട് കത്തി എടുത്ത്, കത്തിയല്ല സ്പൂണല്ലേ അത്? ഇത് കത്തിയാണെന്ന് സങ്കല്പിക്കാൻ എന്റെ ബുദ്ധിമുട്ട്. ഓക്കെ, സങ്കല്പിച്ചു. പിന്നെ കത്തി ഉണ്ടെങ്കിലേ പൊട്ടിക്കാവൂ. ഓക്കെ, അതിന്റെ മേലെ ഒരു ക്ലിഞ്ചോം ക്ലിഞ്ചോം എന്ന് തട്ടുമ്പോ പൊട്ടി വരുന്ന ആ ഒരു വികാരം ഉണ്ടല്ലോ, കവി എന്റെ മുട്ടക്ക് വികാരം.
ഇത് കാണുന്ന കവിയുടെ വികാരമാണ് അമ്മേ പറയുന്നത്. മുട്ട പൊട്ടിക്കുന്ന കവിയുടെ വികാരമാണ് പറയുന്നത്. എന്നാണ് കവിയായത്? കണ്ണനാണ് കവി. കണ്ണനാണ് കവി. എത്ര കവിത എഴുതിയിട്ടുണ്ട്? കണ്ണനാകുന്ന ശരി, മുട്ടയെ കുറിച്ച് ഒരു കവിത പറ. മുട്ട. ഹേ മുട്ടേ, അധിക തുങ്കവനത്തിൽ എത്ര ശോഭിച്ചിരുന്നു നീ മുട്ടേ. കുമാരനാശൻ വന്ന് നിന്റെ തലക്കടിക്കും കേട്ടോ. അല്ല, കുമാരനാശന്റെ കവിത എടുത്തിട്ട് ഇതാക്കിയ. കുമാരനാശാന്റെ കോഴി പറന്നു ചെന്ന് സീമക്കൊന്നയുടെ മുകളിലത്തെ കൊമ്പിൽ കയറിതാ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തിനാണ് ഇരിക്കുന്നത്? കോഴി മുട്ടയുടെ. ആ കോഴി മുട്ടയിട്ട് കഴിഞ്ഞപ്പോ ടക്കന ഞാൻ അങ്ങോട്ട് എടുത്തു. എന്തെടുത്തു? കവിയെടുത്തു. ആരെടുത്തു? കവിയെടുത്തു. എന്തെടുത്തു? മുട്ടയെടുത്തു. ആ, അമ്മയ്ക്ക് കാര്യം മനസ്സിലായി. ഇപ്പൊ പുലിയതി. അപ്പോൾ ഇവിടെ വെച്ചു. മുട്ടയാണ്. മുട്ട നമ്മള് എടുത്ത് അമ്മയ്ക്കൊരു ഓംലെറ്റ് വേണമെന്ന് പറയുന്നല്ലേ. ഇപ്പൊ ശരിയാക്കി തരാം. അമ്മയ്ക്ക് ഓംലെറ്റ് അല്ലേ വേണ്ടത്? അതെ, മുട്ട എടുത്ത് പൊട്ടിച്ചു കഴിഞ്ഞു. ഇനി എടുക്കേണ്ട കാര്യമില്ലല്ലോ. പൊട്ടിച്ച് കഴിഞ്ഞു. പൊട്ടിച്ച് ഗ്ലാസ്സിലേക്ക് ഒഴിക്കണം. അതാണ്. അതെല്ലാവരും ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ഒരു ഓംലെറ്റ് ഉണ്ടാക്കാൻ എത്ര ഇങ്ങനെ പൊട്ടിച്ച് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് സ്പൂണിട്ട്. ഇല്ല, അതൊന്നുമില്ല. കഥവ് കഴിച്ചോളും. സങ്കല്പം. ഗ്ലാസ് പൊട്ടിക്കരുത്. ഉപ്പിടണം. വേറെ ഒരു ഇൻഗ്രീഡിയൻസ് ഇല്ലേ? ഉപ്പും കുരുമുളകും ഇടണം. പിന്നെയോ? പുളി. മുട്ടയിൽ ആരെങ്കിലും പുളി ഇടുകയോ? ഉള്ളി ഇടണം. ഉള്ളി പച്ചമുളക് ഇട്ടാ അപ്പു കഴിക്കില്ല. സാധാരണ ഓംലെറ്റ് ഉണ്ടാക്കുന്നത് അതായത് ഉപ്പിട്ട് കുരുമുളകിട്ട് പുളിയും കൂടെ ഇട്ടാൽ, പുളിയല്ല, ഉള്ളി സവാള, നമ്മുടെ വലിയുള്ളി, ചെറിയ ഉള്ളിയുടെ ടേസ്റ്റ് കൂടി പോവും. ചേച്ചനുണ്ടാക്കിയ കോഴിമുട്ട എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ചേച്ച, നാളെയും എനിക്ക് ഇതുപോലെ ഒരു മുട്ട ചേച്ചൻ ഉണ്ടാക്കി കൊണ്ടുതരുമോ? എങ്ങനെ അപ്പൊ പറഞ്ഞു കഴിഞ്ഞാ ഞാൻ പറ്റില്ലേ? അതുകൊണ്ടാണ് ഞാൻ ചെറിയുള്ളി ഇട്ട് ഫോക്കസ് ചെയ്യാത്തത്. പകരം സവാള. എന്തായാലും നീ ഈ ഒരു മുട്ട ഉണ്ടാക്കി എടുക്കാൻ 6 മാസം പോടാ. നീ നിന്റെ ഭാഗം ഇനി വേണ്ടല്ലോ. ഇനി വേണ്ട. ഭക്ഷണം കഴിക്കാറായല്ലോ. ഭക്ഷണം കഴിക്കാനായി. സമയം പോയി. നമ്മുടെ നേരം പോയി. അപ്പോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അത് തന്നെ കണ്ണൻ RRR ഗാലക്സി ലൈക്ക് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതിനടുത്തിരിക്കുന്ന ആ ഒരു കുഞ്ഞ് ബട്ടൺ ഉണ്ട്, ബെല്ല് പോലത്തെ, ബെല്ലിന്റെ ഷേപ്പുള്ള ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടണിലൊന്ന് തൊട്ട് കൊടുക്കണം. അത്രയും മതി. എങ്ങനെ തൊട്ട് കൊടുക്കണം? ജീവിതം മാറി തൊട്ട് കൊടുക്കണം. ജീവിതം മാറി പറയാലോ. നിങ്ങളുടെ ആ ബെല്ലിലുള്ള ആ മണിയിലുള്ള ആ ഒരു തൊടലുണ്ടല്ലോ, എന്റെ ജീവിതമാകെ മാറി മറിയും. എന്റെ ജീവിതമാകെ മാറി മറിയും. നിങ്ങൾക്ക് സന്തോഷം, നിങ്ങൾക്കും സന്തോഷം, എനിക്കും സന്തോഷം.